Hi, welcome back to our family. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. രണ്ട് പേര് ഒരു വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് PV എക്സ്പീരിയൻസ്, രണ്ടാമത്തെ കേസ് പ്രൈവറ്റ് പാർട്ടും അതുപോലെ തന്നെ നിപ്പിൾ കെയറും ഡ്യൂറിങ് പ്രഗ്നൻസി. ഇതൊരു വീഡിയോ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പൊ PV എന്ന് പറയുന്നത് പെർ വെർജിനൽ എക്സാമിനേഷൻ ആണ്. പെർ വെർജിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഉള്ളു പരിശോധന എന്ന് പറയാം. ഉൾഭാഗത്തേക്ക് എന്താ പറയുക, നമ്മുടെ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഉള്ളു പരിശോധിക്കും. ഈ ഉള്ളു പരിശോധിക്കുന്നത് ചിലത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ചെക്ക് ചെയ്യുന്നതുണ്ട്. എന്താ പറയുക, നമ്മുടെ പ്രഗ്നൻസി ഉള്ളിൽ തന്നെ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും മിസ്കാരേജിന് സാധ്യത ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉള്ളിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് വല്ല ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടേഴ്സ് പ്രഗ്നൻസിയുടെ ഇടയിലൊക്കെ ചെക്ക് ചെയ്യുന്നത്. ലൈക്ക് 28 വീക്സിലൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ ലോ ലൈൻ പ്രസന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഉള്ളു പരിശോധിക്കാം. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മളുടെ സാധാരണയായിട്ട് ഈ ഒരു പെർ വാജിനൽ എക്സാമിനേഷൻ ചെയ്യുന്നത് ഒരു 36 വീക്സിന് ശേഷമാണ്. 36 വീക്സിന് ശേഷം അല്ലെങ്കിൽ 38 വീക്സിന് ശേഷമാണ് ഡോക്ടേഴ്സ് ഉള്ളു പരിശോധിക്കുക. ഇങ്ങനെ ഉള്ളു പരിശോധിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോർമൽ ഡെലിവറിക്ക് സാധ്യത ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ, വികസനം വന്നിട്ടുണ്ടോ, അതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ പെൽവിക് ബോൺ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തെ സ്പേസ് ഷേപ്പ്, നമുക്ക് ഉണ്ണിയുടെ തല ഇറങ്ങി വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ എത്രത്തോളം വികസിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മളെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു 36 to 40 വീക്സിന്റെ ഉള്ളിൽ നമുക്ക് ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് PV ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 36 വീക്സ് 9 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ബേബി ഹെഡ് ഓൺ ആയിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ PV ചെയ്യാം. അത് ചിലപ്പോൾ ഒരു വിരൽ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 വിരൽ വെച്ചിട്ടായിരിക്കാം. ചില ഡോക്ടേഴ്സ് ഫസ്റ്റ് ഒരു വിരൽ വെച്ച് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. 2 വിരൽ വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത്. ചിലർ 4 ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 വിരൽ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് അവർക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും 1, 2, 3, 4 എത്രത്തോളം വികസിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് നോർമൽ ഡെലിവറി നടക്കുമെന്നാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കാം, എന്നിട്ട് നമ്മുടെ ഓപ്പൺ ആയില്ലേ എന്നൊക്കെ നോക്കും, പിന്നെ വികസിച്ചോ നോക്കും. പിന്നെ ഡെലിവറിയുടെ ടൈമിന്റെ ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് 4-5 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം ഇങ്ങനെ എത്രത്തോളം ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു PV ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെയിൻ അല്ല, ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ പെയിൻ ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനേ ഉണ്ടാവുള്ളൂ. പെയിൻ അല്ല, നമ്മൾ എന്താ പറയുക, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊരിക്കലും നമ്മളിപ്പോ ഇന്റർകോഴ്സിന് അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതുപോലത്തെ വേദന ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡോക്ടർമാർ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മലർത്തി കിടത്തിയിട്ട് 2 കാലും അകത്തി വെച്ചിട്ട് അവര് റിലാക്സ് ആയി കിടക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസം നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ആയി കിടന്നു കഴിഞ്ഞാല് വലിയ കുഴപ്പമില്ല. അതെന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കംഫേർട്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാവും, എന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ PV ചെയ്യല് കഴിയും. അപ്പൊ ഈ PVനെ കുറിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നോർമൽ പ്രോസസ് ഇൻ പ്രഗ്നൻസി. ചിലപ്പോ എന്താ പറയുക,
ഇത് നമുക്ക് ഡെലിവറിയുടെ ടൈമിൽ മാത്രമാവും ചിലപ്പോൾ ഈ ഒരു ചെക്കിങ് ഉണ്ടാവുക. ഫസ്റ്റ് എന്താ പറയുക, നമ്മൾ ചെക്കപ്പിന് പോകുമ്പോഴൊന്നും ഈ ഒരു PV ചെയ്യലൊന്നും ഉണ്ടാവില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് PVയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇപ്പോൾ 36 വീക്സ് എന്താ പറയാ ശനിയാഴ്ചത്തേക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നാളെയാണ് എന്റെ ചെക്കപ്പ് ഡേ. സോ ഇതുവരെ PV ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്തായാലും എന്താ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ PV ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആ ചെക്കപ്പ് ഡേയുടെ അപ്ഡേറ്റ് പറയുമ്പോൾ അതിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ PV എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുൻകൂട്ടിയിട്ടൊന്നും PV ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറിക്ക് പോയപ്പോഴാണ്, പെയിൻ വന്ന് പോയപ്പോഴാണ് ചെക്ക് ചെയ്തത്. അത് ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പേടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പേടി കൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാരണം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട്, നമ്മള് വേണ്ട വേണ്ട എന്ന് പറയുന്ന കാരണമുള്ള ഒരു ബുദ്ധിമുട്ട്, അവർക്ക് ചെയ്യാനും അതൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ റിലാക്സ് ആയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചെയ്ത് നമുക്ക് വേദന ഒന്നും എടുക്കാതെ ആ കാര്യം കഴിയും. നമ്മൾ എത്രത്തോളം ബലം പിടിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നു അപ്പോഴാണ് നമുക്ക് ഇറിറ്റേഷൻ തോന്നുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ അത് മനസ്സിലായി അത് വലിയ പ്രശ്നമല്ല, റിലാക്സ് ആയി കിടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ചെയ്യണതിനൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 4-5 പ്രാവശ്യത്തോളം എനിക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് പെയിൻ വന്ന് പോയിട്ട് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ചെയ്തപ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് ഇങ്ങനെ കോൺട്രാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കണ്ടിട്ട് നമ്മൾ പെയിൻ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവിലെ നോക്കിയപ്പോൾ 1 സെന്റിമീറ്റർ ഒക്കെ ഓപ്പൺ ആയി എന്ന് പറഞ്ഞു. അപ്പൊ PV ചെയ്തപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ എന്താ പറയാ, പിന്നെ കുറച്ച് ദിവസം 2-3 ദിവസത്തോളം എനിക്ക് പെയിൻ വരല് നിന്നു. പിന്നെ എന്താ പറയാ, നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു, പക്ഷെ സർവീസ് ഓപ്പൺ ആയ വികസനം ഉണ്ടായിരുന്നില്ല. ആ ഒരു 1 സെന്റിമീറ്ററിലോ 2 സെന്റിമീറ്ററിലോ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് PV ചെയ്തത് നമ്മള് എന്താ പറയാ, ഡെലിവറിക്ക് അവരൊരു ഡേറ്റ് തന്നു നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോ ചെയ്ത് നോക്കി, PV ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ മനസ്സിലായില്ല. അപ്പൊ നമ്മൾ റിലാക്സ് ആയി കിടന്ന് ചെയ്യാൻ വേണ്ടി കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ കാര്യം കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും, എത്രയായി എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് വികസനം ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ആയപ്പോ ഉണ്ണി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് ആണ് കാണിച്ചിരുന്നത്. ഉണ്ണിയുടെ ഹെഡ് കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ അവസാനം വരെ നോക്കി ലാസ്റ്റ് C-സെക്ഷൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 4-5 പ്രാവശ്യത്തോളം PV ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് മാത്രം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കതൊരു ഡിസ്കംഫർട്ടും ഇറിറ്റേഷനും ആയിട്ട് തോന്നി. പെയിൻഫുൾ ഒന്നും വലിയ പെയിൻഫുൾ അല്ല. പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലായപ്പോൾ പിന്നെ നമുക്ക് അതൊരു വേദന ആയിട്ട് തോന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് PV എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം പ്രൈവറ്റ് പാർട്ട് കെയർ ആണ്. നമ്മള് പ്രഗ്നൻസിയിൽ പ്രൈവറ്റ് പാർട്ട് കെയർ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നല്ല നീറ്റാക്കി വെക്കണം. അപ്പൊ നമുക്ക് 1-2 ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കുഴപ്പമുണ്ടാവില്ല, കാരണം വയറ് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ വയർ കുറച്ച് വലുതാവുക, അപ്പൊ നമുക്ക് കാണില്ല. അപ്പൊ നമ്മള് ഫസ്റ്റും സെക്കൻഡും ട്രൈമസ്റ്റർ ആണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ റിമൂവൽ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ണാടി മിറർ യൂസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രൈവറ്റ് പാർട്ട് എന്താ പറയുക, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ്സ് ഉണ്ട്. വാക്സ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ട്രിമ്മർ വെച്ച് ട്രിം ചെയ്യാം, അല്ലെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്യാം.
പിന്നെ ഹെയർ റിമൂവൽ ക്രീംസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വാക്സും ഹെയർ റിമൂവൽ ക്രീമും ഡോക്ടേഴ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതെന്ന് പറയുന്നത് ചിലർക്ക് അലർജറ്റിക് ആയിരിക്കാം. പിന്നെ ഈ ഒരു ടൈം നമ്മുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എല്ലാം, ബേബിയുടെ പ്രൊട്ടക്ഷൻ, നമുക്ക് വേറെ ഇൻഫെക്ഷൻസ് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാക്സും അതുപോലെ തന്നെ ക്രീമൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. എപ്പോഴും ട്രിമ്മർ, ഇലക്ട്രിക് ട്രിമ്മറോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അത് വലിയ കുഴപ്പമില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ബ്ലേഡ്സ് ഓർ ഷേവിംഗ് സിറ്റ്സ്, മറ്റേ റേസേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് നമുക്ക് ഒരു മിറർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്തിട്ട് നീറ്റാക്കി വെക്കാം. ഇങ്ങനെ നീറ്റാക്കി വെക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂട്, ഇറിറ്റേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡ്രൈ ആയിട്ട് അവിടെ ഇരുന്നോളും, വെള്ളം വന്നിട്ട് വേറെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ബ്ലേഡ്സ് ഓർ ഷേവിംഗ് സെറ്റ്സ് അല്ലെങ്കിൽ റേസേഴ്സ്, നമ്മളെ ഫീമെയിൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ട്രിമ്മേഴ്സും ഫീമെയിൽസിന്റെ കിട്ടും. ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ട്രിമ്മേഴ്സും നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റേഴ്സിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാം. തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെയോ നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുന്നത് നല്ലതാണ്. പിന്നെ ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഹെയർ എന്ന് പറയുന്നത് നാച്ചുറൽ തിങ് ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കല് നമ്മുടെ അത്യാവശ്യം ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം. നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്ത് വെച്ചാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഡോക്ടേഴ്സിന് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ ഡെലിവറിയുടെ സമയത്ത് എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് തരും. അതിനായിട്ട് ഹോസ്പിറ്റലിൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സ് അവർ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. നമ്മുടെ വയറിന്റെ ആ ഒരു മുകൾ ഭാഗം തൊട്ടിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് തരും. അപ്പൊ നമുക്ക് എന്താ പറയുക, ഇൻ കേസ് നോർമൽ ഡെലിവറി ആണെങ്കിൽ സ്റ്റിച്ചസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് സുഖമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, ബ്ലഡ് ക്ലോട്ട്സ് ഇരുന്നിട്ട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നീറ്റാക്കി വെക്കുന്നതാണല്ലോ നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ കേസ് സിസേറിയനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വയറിന്റെ അടിയിൽ സ്റ്റിച്ച് ഇടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ മുൻകൂട്ടിയിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊന്നുകൂടെ ക്ലീൻ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ട്രിമ്മറോ അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റേസർ ആണെങ്കിൽ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വല്ല കോട്ടൺ തുണി വെച്ചിട്ട് ഡ്രൈ ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രീംസ്, അങ്ങനെ ക്രീംസ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, നമ്മളെ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള വല്ല ക്രീംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കാൻഡിഡർമ അങ്ങനത്തെ ഒക്കെ നമ്മൾ കുരുക്കൾ പൊന്താതിരിക്കാനൊക്കെ യൂസ് ചെയ്യാലോ, അല്ലെങ്കിൽ പൊട്ടുമ്പോഴൊക്കെ യൂസ് ചെയ്യാലോ, അങ്ങനൊക്കെ നമ്മൾ തേക്കുക. അല്ലെങ്കിൽ വല്ല കോക്കനട്ട് ഓയിൽ തടവി കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നീറ്റാക്കി വെക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ ഘടകമാണ്. പിന്നത്തെ അതാണ് പ്രൈവറ്റ് പാർട്ട് കെയറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നിപ്പിൾ കെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ നിപ്പിൾ കെയർ ഞാൻ കേട്ടത് ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അത് ഒരു 7 മാസമൊക്കെ ആയപ്പോൾ നമ്മൾ ആന്റിനേറ്റൽ കെയറിന് വേണ്ടിയിട്ട് ആശാ വർക്കറും അതുപോലെ തന്നെ നമ്മുടെ നേഴ്സൊക്കെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ സിസ്റ്റർ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ നിന്ന് വരുന്ന, അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഓയിൽസ് കൊണ്ട് മസാജ് ചെയ്യുക, നിപ്പിള് പുറത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. ആ സംഭവം അങ്ങനെ ചെയ്ത് കൊടുത്ത് നമ്മൾ
കുളിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഇങ്ങനെ ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പ്രസവ സമയത്ത് നമുക്ക് നിപ്പിൾ ഉണ്ടാവും, ഉണ്ണികൾക്ക് ഫീഡ് ചെയ്യാൻ സുഖമായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ നിപ്പിൾ കെയർ കൊടുക്കുക, മസാജ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ചിലർക്ക് ചെറിയ നിപ്പിളായിരിക്കാം, ചിലർക്ക് സാധാ, ചിലർക്ക് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിരിക്കാം. ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, ഉണ്ണികൾക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ നിപ്പിളാന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എന്തായാലും പാല് കിട്ടും. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മളെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് പറയും ഇങ്ങനെ നിപ്പിൾ ഷീൽഡ് കിട്ടും ഉണ്ണികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സാധാ പോലത്തെ നിപ്പിള് ഉണ്ണികൾക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് അങ്ങനെ നിപ്പിൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല, കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഞാൻ അത്ര കംഫർട്ട് മീൻസ് അതിൽ എനിക്ക് അത്ര കറക്റ്റായി കിട്ടുകയും ചെയ്തിരുന്നില്ല. പിന്നെ ഞാനിത് നമ്മൾ ഉണ്ണികൾക്ക് ഫീഡ് ചെയ്ത് അത് നമുക്ക് ശരിയാവും. നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാലും ചിലർക്ക് നിപ്പിൾ ശരിയാവുമെന്ന് വരില്ല. എന്തായാലും നിങ്ങളൊരു 7 മാസം തൊട്ടിട്ട് നമ്മൾ ഈ ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് നിപ്പിൾ കെയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഫുൾ പ്രഗ്നന്റ് ലേഡീസിന് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫീമെയിൽസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ.